പിതാവിനെ തേടിപ്പിടിച്ച് കണ്ടെത്തി സംതൃപ്തിയോടെ ഒരുപാട് വേദന നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം മണ്ണിൽ അന്ത്യവിശ്രമം നൽകി. എന്നിട്ട് മണിക്കൂറുകൾക്കകം അതേ മണ്ണിലേക്ക് തന്നെ മകനും മടക്കപ്പെട്ടു. വേറിട്ട ഒരു അന്ത്യയാത്രയുടെ വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നറിയില്ല. ഏതായാലും എൻ്റെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിച്ചു. നമ്മുടെ ജീവിത പരിസരത്തോ നമ്മുടെ കുടുംബത്തിലോ അയൽപ്പക്കത്തോ ഉണ്ടായതുപോലെയുള്ള ഒരു വികാരമാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത്. വേറൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ പിതാവ് അദ്ദേഹം ഹജ്ജിനായി പുറപ്പെടുന്നു. മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശി മണ്ണിൽ കടവത്ത് മുഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഈ വന്ധ്യനായ പിതാവിനെ കാണാതാകുന്നു. അവിടെ കൂടിയ ജനലക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് അവിടെ പോയിട്ടുള്ളവർക്കറിയാം. അതിനായി കയ്യിലൊക്കെയും ഈ പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി മാർക്കൊക്കെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തവണത്തെ കഠിനമായ ചൂടിൽ ചിലപ്പോൾ കുഴഞ്ഞു വീണു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേ അതിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഈ ആളിനെ നീക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എയർലിഫ്റ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ചിലപ്പോൾ കൂടെ പോയവർ തിരിച്ചറിയണമെങ്കിൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഏതൊക്കെ ആശുപത്രികൾ ഉണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് പോയൊരു സുഹൃത്തിൻ്റെ ഭാര്യ ഇതുപോലെ അപകടത്തിൽപ്പെട്ടു. അവർക്ക് തീരെ വയ്യാതായപ്പോൾ ഭർത്താവിനോട് ഈ ഭാര്യ പറഞ്ഞു, നിങ്ങൾ യാത്ര തുടരുക, എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, കാരണം എൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായില്ലെങ്കിലും പടച്ചവൻ പുറത്തു തരും, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്ന് സമയം കളയേണ്ടതില്ല, നിങ്ങൾ സഞ്ചരിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഈമാനികമായ പവറിൻ്റെ ലക്ഷണമാണ്. ഏതായാലും അദ്ദേഹം അത് തുടർന്നു. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി തൻ്റെ ഭാര്യയെ എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പിന്നെ 3-4 ദിവസങ്ങൾ വേണ്ടി വന്നു. സംഗതി അതുകൊണ്ട് അവർ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവർക്കെല്ലാ പരിചരണവും അതിൻ്റെ സംവിധാനവും ഒക്കെ ലഭിച്ചു. ഏതായാലും ഈ ഉപ്പയെയും അങ്ങനെ കാണാതെ പോയി. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുന്നെങ്കിലും സ്വാഭാവികമായി മക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉപ്പയെ അവിടെ കാണുന്നില്ല എന്നുള്ളത് വലിയ വേദനയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഈ പറയുന്ന ഉപ്പയെ തിരക്കി മക്കയിലെത്തി. ഒരുപാട് കഠിന പരിശ്രമങ്ങൾ നടത്തി ഒടുവിൽ ഉപ്പയുടെ മയ്യത്ത് കണ്ടുപിടിച്ച ശേഷം അവിടെ തന്നെ അടക്കുന്നതിന് വേണ്ടി ഈ ഹജ്ജിൻ്റെ വേളയൊക്കെ കഴിഞ്ഞതുകൊണ്ടും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നതുകൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ പ്രത്യേകമായ എംബസി മുഖാന്തരം അനുമതിയൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി പിതാവിനെ ഖബറടക്കി. ജൂൺ 15 കാണാതെ പോയ പിതാവാണ്. അവിടെ നിന്ന് ഈ 2 മക്കളായ റിയാസും സൽമാനുമാണ് ഈ ഉപ്പയെ തേടി അവിടെ വരുന്നത്. അങ്ങനെ കണ്ടെത്തി ഖബറടക്കിയതിന് ശേഷം റിയാസും കുടുംബവും കാറിൽ കുവൈറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. ആ മടങ്ങിയ യാത്രയ്ക്കിടയിലാണ് വാഹനം അപകടത്തിൽപ്പെടുന്നത്, ഈ മകൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ നിസ്സാര പരിക്കുകളെ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ കാണാതെ പോയ പിതാവിനെ തേടി വന്ന് കണ്ടെത്തി ആ കർമ്മങ്ങൾ പൂർത്തിയാക്കി മണ്ണിലേക്ക് മടക്കിയ ശേഷമുള്ള യാത്രയ്ക്കിടയിൽ തന്നെ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതേ നാടിൻ്റെ മണ്ണിൽ അവിടേക്ക് തന്നെ മടക്കപ്പെടുന്ന മകൻ്റെ യാത്രയും അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു യാത്ര കൂടിയാണ്. എത്രമേൽ പ്രിയത്തോടെയും ഇഷ്ടത്തോടെയും വേദനയോടെയും ആയിരിക്കും ഈ പിതാവിനെ ഒന്ന് കണ്ടെത്താനുള്ള പ്രാർത്ഥനകളോടെ തേടി കണ്ടെത്തി അതിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ തുരുത്തിൽ നിന്ന് അത് പൂർത്തിയാക്കി മടങ്ങുന്ന വേളയിലാണ് ഇങ്ങനെ ഉണ്ടായത്. ഇരുവർക്കും പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് താങ്ങാനുള്ള മനസ്സിൻ്റെ കരുത്തും ലഭിക്കട്ടെ.